എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് ഇന്ന് നമ്മൾ ചർച്ച നടന്ന പ്രധാനമായിട്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിലൂടെ കടന്നുപോയി അവിടുത്തെ ചരിത്രങ്ങളും അവിടുത്തെ ജീവിതത്തിൽ നമ്മോട് പഠിപ്പിച്ച പല കാര്യങ്ങളും അവിടുത്തെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയമുള്ളവരെ എടുക്കാൻ പറ്റുന്ന, ജീവിതത്തിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന പരിശുദ്ധമായ ഇൽമുകളെ കുറിച്ചാണ് ഓരോ ദിവസവും നമ്മൾ ചർച്ച നടത്തുന്നത്. ഇന്നും നമ്മൾ അതുതന്നെയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടച്ചുറപ്പെ ജീവിതത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അതാ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പടച്ചുറപ്പെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കറിയാം, ലോകത്തിന്റെ പ്രവാചകനാണ്, ഈ ലോകത്തിന്റെ അനുഗ്രഹമാണ്, ഈ ലോകത്തിന്റെ മുഴുവനും അനുഗ്രഹമായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു തആല പടച്ചിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്റെ പ്രിയമുള്ളവരെ നമ്മോട് പഠിപ്പിച്ചതാണ്. നമുക്കത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അവിടുത്തെ വീടും അവിടുത്തെ ജീവിതത്തിന്റെ മേഖലകളെ ഒന്ന് എടുത്തു നോക്കിയാൽ പടച്ചുറബ്ബെ ഏറ്റവും കൂടുതൽ ഒരു ഫഖീറിനെ പോലെ, ഒരു മിസ്കീനിനെ പോലെ ജീവിച്ച് അല്ലാഹുവേ പടച്ചുറബ്ബെ, പടച്ചുറബ്ബിന്റെ ഓരോ കാര്യങ്ങളും അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കാൻ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് തന്റെ മനസ്സ് അവിടുന്ന് കാണിച്ചവല്ല, തന്റെ ജീവിതത്തിൽ അവിടുന്ന് അത്രത്തോളം താഴ്മ കാണിച്ച ജീവിതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തേ മുത്തുനബിക്ക്, സത്യം പറഞ്ഞാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ കോടീശ്വരനാകാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു വന്നിട്ട് അല്ലാഹു ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും പർവ്വത സമാനമായി സ്വർണ്ണവും വെള്ളിയും നബിയെ നിങ്ങൾക്ക് ഞാൻ തരട്ടെ എന്ന് ചോദിച്ചപ്പോഴും അതാ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, പടച്ചുറബ്ബേ അതിനെയെല്ലാം നിഷേധിച്ചതിനെയെല്ലാം വേണ്ടയെന്ന് വെച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തപ്പനയുടെ നാരുകൾ നിറച്ചു വെച്ച ഒരു തലയിണയിൽ വെച്ചിട്ട് വിരിപ്പില്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു. പടച്ചുറബ്ബേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലോ അതാ അവിടുന്ന് അതാ പടച്ചവനെ ആ ഈത്തപ്പന നാരുകളുടെ അടയാളം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ കാണുകയാണ്. അത് കണ്ടപ്പോൾ പടച്ചുറപ്പേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുനീരൊഴുകുകയാണ്. ഉമർ തങ്ങൾ സങ്കടത്തോടു കൂടി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്താലും അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പടച്ചുറബ്ബിന്റെ മുമ്പിൽ ഒന്ന് കരങ്ങൾ ഉയർത്തിയിട്ടൊന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവേ, അങ്ങയുടെ സമുദായത്തിന് അവൻ വിശാലത ചെയ്യട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖജനാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് സൗഖ്യങ്ങൾ ഈ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങയുടെ അനുയായികൾക്ക്, സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. അങ്ങൊന്ന് ദുആ ചെയ്യുമോ? അങ്ങൊന്ന് പ്രാർത്ഥിച്ചാൽ മുത്തുനബി അങ്ങ് ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുമല്ലോ. അതുകൊണ്ടൊന്ന് ദുആ ചെയ്യുമോ? അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുമോ എന്നവിടുന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്ന കാരണം എന്തെന്നറിയോ? പടച്ച തമ്പുരാനെ ആരാധിക്കാത്ത, അല്ലാഹുവിനെ അറിയാത്ത, പടച്ചുറബ്ബിനെ നിഷേധിക്കുന്ന റോമക്കാരായ ആളുകളുണ്ടല്ലോ, പേർഷ്യക്കാരായ ആളുകളുണ്ടല്ലോ,
അവർക്കതാ ഒരുപാട് വിശാലത ചെയ്തിരിക്കുകയാണ്, ഒരുപാട് സൗഖ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ് എന്നവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടുന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്തായിരുന്നെന്നറിയോ? ഇതങ്ങ് കേട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഉമറേ, നീയാണോ ഇങ്ങനെ പറയുന്നത്? ഖത്താബിന്റെ മകനാണോ നിങ്ങളാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഐഹിക ജീവിതത്തില് അവരുടെ നന്മകൾ പടച്ച റബ്ബേ ഈ ദുനിയാവിലാണ്, അവർക്കുള്ള നന്മകളും എല്ലാ കാര്യങ്ങളും ഈ ദുനിയാവിലാണ്, ഇവിടെയാണ് ഉള്ളത്. നാളെ പടച്ച റബ്ബിനെ വിശ്വസിച്ചിട്ട് അല്ലാഹനെ സ്നേഹിച്ചിട്ട് പടച്ച റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഖ്യങ്ങൾ കൊടുക്കുന്നതാണ്. അവർക്കല്ലേ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വിജയമുള്ളത്. അവർ ഈ ദുനിയാവിന് സുഖിക്കട്ടെ ഉമറേ, അവർ ഈ ദുനിയാവിന് ആനന്ദം കൊള്ളട്ടെ, അവർക്കുള്ള സ്വർഗമിതാ, അവർക്കുള്ള ആനന്ദം ഇവിടെയാണ് എന്നതാ എൻ്റെ പ്രിയമുള്ളവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ജീവിതമൊന്ന് ആലോചിച്ചു നോക്ക്, നമ്മുടെ ജീവിതമെന്ന് എടുത്തു നോക്ക്. എല്ലാ കാര്യത്തിനും ക്വാളിറ്റി ഉള്ള ആളാണ് റസൂലുള്ളാഹ്. എന്ത് തന്നെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദിച്ചാലും പറഞ്ഞാലും അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളെല്ലാം ഉടനടി അവിടുന്ന് കൊടുക്കുന്നതാ. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച നടത്തുന്നത്. ആ പ്രവാചകന്റെ ജീവിതത്തെ കുറിച്ചിട്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എത്രയോ പരിചരണം റസൂലുള്ളാഹിക്ക് ദുനിയാവിൽ ലഭിക്കുമായിരുന്നു. തന്റെ പരിചരണത്തിന് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്തിട്ടില്ല. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, നബിയേ, അവിടുന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതാ റൂഹിനെ പിടിക്കാൻ വേണ്ടി കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശയ്യയിൽ കിടക്കുകയാണ്. മരണം ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. പടച്ച റബ്ബേ, തന്റെ കൂട്ടുകാര്, തന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവേ അടക്കമുള്ള മഹത്തുക്കൾ മഹതിമാര് തന്റെ ചാരത്തുണ്ട്. അവിടെ നിന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നപ്പോൾ അതാ അവിടുന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്റായീൽ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? നബിയേ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിലേ റൂഹ് പിടിക്കുന്നുള്ളൂ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിലേ റൂഹ് പിടിക്കുന്നുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ പിടിച്ചാ മതി, അല്ല എങ്കിൽ തിരിച്ചു സലാം പറഞ്ഞിട്ട് തിരിച്ചു പോരണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഇത് റസൂലുള്ളാഹിന്റെ മഹത്വമല്ലേ? ഇത് റസൂലുള്ളാഹിന്റെ മഹത്വമല്ലേ? ഇത്രത്തോളം പവിത്രതയുള്ള മഹാനായ പ്രവാചകര്, ആ പ്രവാചകന്റെ കൊട്ടാര സമാനമായ പടച്ച റബ്ബേ കൊട്ടാരത്തിന്റെ ഉള്ളിൽ, വീടിന്റെ ഉള്ളിൽ കഴിയാമായിരുന്നല്ലോ. ഈ പ്രപഞ്ചത്തിൽ വലിയ അനുഗ്രഹങ്ങളിലൂടെ മാത്രം കടന്നു പോകാമായിരുന്നല്ലോ. ഇതായിരുന്നു ലാളിത്യത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാഹുവേ, മാതൃകാ ജീവിതം എന്ന് പറയുന്നത്. പല ആളുകളുടെ ജീവിതത്തിൽ നമ്മൾ മാതൃക പറയാറുണ്ട്, മാതൃകയെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടല്ലോ,
ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്രയ്ക്ക് ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മാതൃക കാണിച്ചവരാരാണ് വേറെ? മാതൃക കാണിച്ചവരാരാണ് വേറെ? റസൂലുള്ളാഹിന്റെ ജീവിതം അങ്ങനെയാ. പടച്ചുറബേ, സ്വഹാബത്തിനോടുള്ള പെരുമാറ്റമോ അല്ലാഹുവേ ഒരു നേതാവെന്ന രീതിയിലല്ല പെരുമാറുന്നത്. പടച്ചുറബേ, അണികളുടെ കൂട്ടത്തിൽ ഒരു അണികളെ പോലെ നിന്നുകൊണ്ട് ഒരു നേതാവ് അവിടുന്ന് പടച്ചുറബേ അവിടുന്ന് ഭരണം നടത്തി, അവിടുന്ന് നേതൃത്വം കൊടുത്തു. പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്ന പല ആളുകളുടെയും സ്വഹാബത്തിന്റെയും ചരിത്രമൊന്ന് എടുത്തു നോക്കേണ്ട പ്രിയമുള്ളവരെ. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ആ പ്രവാചകന്റെ ജീവിതം പഠിച്ചിട്ട് അവിടുത്തെ മുഖത്തേക്ക് നോക്കിയിട്ട് അവിടുത്തെ സംസാരം കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് നന്മ കൊടുക്കാൻ കഴിഞ്ഞ അല്ലാഹുവേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, ആ പ്രവാചകനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ആ പ്രവാചകനെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത്. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നപ്പോ പടച്ചുറബേ ഈത്തപ്പന നാരുകളെ കൊണ്ട് ഇറക്കപ്പെട്ട തലക്കണിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണീറ്റ് നോക്കുമ്പോ പടച്ചുറബേ അതാ ശരീരത്തിലൂടെ പടച്ചവനെ അതിന്റെ പാടുകളാണ്. ഒന്ന് ദുആ ചെയ്തുകൂടെ, അല്ലാഹുവോടൊന്ന് ദുആ ചെയ്തുകൂടെ നബിയേ എന്നവിടെ നിന്ന് ചോദിച്ചപ്പോ പടച്ചവനെ അവിടെ നിന്ന് പറയുന്ന കാര്യമൊന്ന് നോക്കൂ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, റോമക്കാരും പേർഷ്യക്കാരും അവർക്ക് എങ്ങനെങ്കിലും ജീവിച്ചോട്ടെ, അവർക്കൊക്കെ ദുനിയാവിൽ നിന്നാണ് അവർക്ക് നേട്ടങ്ങളുള്ളത്. അവർക്കുള്ള നേട്ടം എവിടെയാണ്? ഈ ദുനിയാവിലാണ്. പക്ഷെ മുസ്ലിമിന് അങ്ങനെയല്ല. അള്ളാഹുവിൽ വിശ്വസിച്ച് പവിത്രമായ പ്രപഞ്ചത്തിൽ അള്ളാഹുവെ ഈ പരിശുദ്ധമായ പ്രപഞ്ചത്തിൽ അള്ളാഹനെ വിശ്വസിച്ച് അള്ളാഹന്റെ അനുഗ്രഹങ്ങള് ഇത് എന്റെ റബ്ബിൽ നിന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കടന്നു പോകുന്ന മനുഷ്യന്, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് അള്ളാഹന്റെ പരിശുദ്ധമായ സ്വർഗം കൊടുക്കും. ഈ ദുനിയാവിൽ പടച്ചോനെ മറന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊടുക്കും, അല്ലേ? അത് ചിലപ്പോൾ ടോട്ടലായിട്ടായിരിക്കും വരും, എല്ലാവർക്കും മനസ്സിലാക്കാനുള്ളതാണ്. ചൂരൽമല നമ്മൾ കണ്ടില്ലേ? ഒരു പ്രളയം നമ്മൾ കണ്ടില്ലേ? നിപ്പ വൈറസ് കണ്ടു കേരളം, അല്ലേ? കൊറോണ നമ്മൾ കണ്ടു, ലോകം മുഴുവനും പിടിച്ചു കുലുക്കിയ രോഗമായിരുന്നു എന്റെ പ്രിയമുള്ളവരെ കൊറോണ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, ദുനിയാവിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല പല പ്രയാസങ്ങൾ, വേദനകൾ ഇതെല്ലാം തന്ന ഒരു മനുഷ്യൻ അള്ളാഹു തആല പരീക്ഷിക്കും. മനുഷ്യൻ അള്ളാഹു തആല പരീക്ഷിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? ഇനി നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അവന്റെ തോതനുസരിച്ച്, ഈമാനിന്റെ തോതനുസരിച്ച് അല്ലാഹു തആല അവനിക്ക് പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാൻ. മനുഷ്യന്റെ ഈമാനിനനുസരിച്ച് മനുഷ്യനിലേക്ക് എന്റെ പ്രിയമുള്ളവരെ പ്രയാസങ്ങൾ വന്നെത്തും. ഈമാൻ നല്ലോണ്ടോ അവനക്ക് പ്രയാസം ഉണ്ടാകും. ഖൽബിനകത്ത് ഈമാൻ ഉണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്നലെ പറഞ്ഞു, നിസ്കരിക്കും, നോമ്പെടുക്കും, എല്ലാ നന്മകളും ചെയ്യും, എന്നാലും ഉസ്താദേ പ്രയാസങ്ങളാണ്, എന്നാലും വേദനകളാണ്, എന്നാലും പ്രതിസന്ധികളാണ് എന്ന് സങ്കടം പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയട്ടെയോ, അല്ലാഹുവേ പടച്ച റബ്ബേ, അല്ലാഹുവേ പടച്ച റബ്ബേ,
ആ കാര്യത്തിന്റെ പേരിൽ വിഷമിക്കണ്ട, ആ കാര്യത്തിന്റെ പേരിൽ വിഷമിക്കണ്ട. ഈ ദുനിയാവിൽ എന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിച്ചത് എങ്ങനെയാണെന്ന് പഠിക്കുക, റസൂലുള്ളാഹിന്റെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നു പോയാൽ, അള്ളാനെ മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോയാൽ, ആ പടച്ചുറപ്പന്റെ കൂടെയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് കടന്നു പോയാൽ, അല്ലാഹുവേ പടച്ചുറപ്പേ പരീക്ഷണങ്ങൾ തന്നു കഴിഞ്ഞാലും എത്ര വിഷമങ്ങൾ തന്നാലും അവന്റെ ഈമാൻ എത്രയാണ്, അവന്റെ ഇഖ്ലാസ് എത്രത്തോളമുണ്ട് എന്ന് നോക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും നമുക്ക് മുമ്പിലേക്ക് അല്ലാഹു നൽകുമല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമല്ലോ. പടച്ചവനെ വേദനകളുടെ മുമ്പിലൂടെ കടന്നു പോകുകയാണ്, വിഷമങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പറഞ്ഞിട്ട് കാര്യമുണ്ടാകുമ്പ വിഷമിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഈ ദുനിയാവിലെ പരീക്ഷണങ്ങളും വേദനകളും ഒരു സമയം വരെ നമുക്കുണ്ടാകുകയുള്ളൂ. ഈ ദുനിയാവിലെ വേദനകളും പരീക്ഷണങ്ങളും ഒരു സമയം വരെയുള്ളൂ. ഇന്നലെ നമ്മൾ ഓതി വെച്ചല്ലോ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തന്നാൽ ആ പരീക്ഷണം ഒരു സമയം വരെ ഉണ്ടാകുകയുള്ളൂ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് സൗഖ്യം തരും. ഇവിടെ സുഖം സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന സ്ഥലമല്ലല്ലോ. ഇവിടെ പടച്ചവനെ പ്രയാസങ്ങളും സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ലല്ലോ. ഇത് ഏറ്റക്കുറച്ചിലുകൾ വരാം, ഇവിടെ മാറ്റങ്ങൾ വരാം. അതാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. ഈ ദുനിയാവിൽ നമ്മൾ തന്നെ സ്ഥിരമല്ലല്ലോ, ഇവിടെ നമ്മൾ തന്നെ സ്ഥിരമല്ലല്ലോ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരണേ റബ്ബേ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ ഒരുപാട് സമ്പത്തുണ്ടാക്കണം, ദുനിയാവിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കണം. അല്ലാഹുവേ പടച്ചുറപ്പേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ, അല്ലാഹുവേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, പടച്ചുറപ്പേ മരണമെന്ന് പറയുന്ന സത്യം നമ്മുടെ മുമ്പിലേക്ക് എപ്പോഴാണ് കടന്നു വരുന്നതെന്നോ അതാ നമുക്ക് ഒരാൾക്കും തന്നെ പറയാൻ കഴിയില്ല. പടച്ചുറപ്പേ കഴിഞ്ഞ ദിവസം തമീം ദാരിമി പടിഞ്ഞാറത്തറയെന്ന് പറയുന്ന പടച്ചുറപ്പേ പ്രിയപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ട സഹോദരൻ അവിടെ നിന്ന് മരണപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. പടച്ചുറപ്പേ ആ കുടുംബം എങ്ങനെയാണ് അല്ലാഹ് ഇത് സഹിക്കുന്നത്? ആ കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കൂ. പടച്ചുറപ്പേ അല്ലാഹുവേ പടച്ചവനെ വല്ലാത്ത വിഷമം തോന്നി കണ്ടപ്പോ, അല്ലാഹുവേ കണ്ണ് നിറഞ്ഞു പോയി എൻ്റെ പ്രിയമുള്ളവരെ. ആ വാർത്തയങ്ങ് കേട്ടപ്പോ, ആ വാർത്തയങ്ങ് കേട്ടപ്പോ പടച്ചവനെ വല്ലാത്ത വിഷമം തോന്നുകയാണ്. അല്ലാഹുവേ പടച്ചറപ്പേ ഞാൻ പഠിച്ച അല്ലാഹുവേ നന്ദി ദാറുസ്സലാം എന്ന് പറയുന്ന പരിശുദ്ധമായ സ്ഥാപനത്തില് അവിടുന്ന് പഠിച്ചിറങ്ങിയ പണ്ഡിതനാണ്. അല്ലാഹ് ഇൽമിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരു പണ്ഡിതനാണ്, യുവ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവര് അല്ലാഹ് ആ പൊന്നു ചെറുപ്പക്കാരൻ അറിയുമായിരുന്നോ, പടച്ചവനെ ഇത് എന്റെ അവസാനത്തെ യാത്രയാണ്, ഇത് എന്റെ അവസാനത്തെ യാത്രയാണ്, ഇത് എന്റെ അവസാനത്തെ ഓട്ടമാണെന്ന് പറയാൻ കഴിയുമായിരുന്നോ? അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് എന്റെ റൂഹിനെ പിടിക്കുമോ, ഈ സമയത്ത് എന്റെ റൂഹിനെ പിടിക്കുമെന്ന് പറയാൻ കഴിയുമായിരുന്നോ? പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമോന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അല്ലാഹുവേ ഇത് അവസാനത്തതാണെന്ന് അല്ലാഹ് ആ വാപ്പാക്കും ഉമ്മാക്കും ചിന്തിക്കാൻ കഴിയുമായിരുന്നോ? അല്ലാഹുവേ നീ ഞങ്ങളെ അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഞങ്ങളെ പല ആളുകളുടെയും മക്കള്, ബന്ധപ്പെട്ടവര് പടച്ചവനെ വാഹനം ഓടിക്കുന്നവരാണ് അല്ലാഹ്. പടച്ച തമ്പുരാനെ അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്.
എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് പടച്ച തമ്പുരാനിലേക്ക് മനസ്സ് കൊടുത്തിട്ട് വേണം ദുനിയാവിൽ ജീവിക്കാൻ. എന്നെ സൃഷ്ടിച്ച, എന്നെ പടച്ച എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്കൊക്കെ വരട്ടെ. അല്ലാഹുവേ പടച്ച റബ്ബേ, പടച്ച റബ്ബേ, തമീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്, പ്രിയപ്പെട്ട ഉസ്താദിന്റെ സുഹൃത്തിന് അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ ഖബർ നീ വിശാലമാക്കണേ റഹ്മാനേ, സ്വർഗമാക്കണേ തമ്പുരാനേ. ഈ ദുനിയാവിൽ പടച്ച റബ്ബേ ജീവിച്ചിട്ട് കൊതി തീരുന്നതിന്റെ മുമ്പ്, തന്റെ വാപ്പയെ കാണുന്നതിന്റെ മുമ്പ്, തന്റെ ഉമ്മാനെ കണ്ടിട്ട് കൊതി തീരുന്നതിന്റെ മുമ്പ് പടച്ച റബ്ബേ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി അല്ലാഹ്, ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി തമ്പുരാനെ. അല്ലാഹുവേ പടച്ചോനെ, പകരം സ്വർഗത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ കൊടുക്കണേ അല്ലാഹ്, അവസരങ്ങൾ കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ദുനിയാവിൽ ജീവിച്ച കാലഘട്ടങ്ങളിൽ ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിച്ചു കൊടുക്കണേ റബ്ബേ. അറിയാതെ വല്ല സയ്യിആത്തുകളും വന്നിട്ടുണ്ടെങ്കിൽ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്ക റബ്ബേ. പടച്ചോനെ, ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്, നീ ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്, നല്ല മനസ്സ് നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, പടച്ച റബ്ബേ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ആ വാപ്പാക്കറിയോ എന്റെ പൊന്നുമോന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവസാനത്തതാണ്? ആ ഉമ്മക്കറിയായിരുന്നോ? ആ പൊന്നു ചെറുപ്പക്കാരനെ പണ്ഡിതൻ സുഹൃത്തിന് അറിയുമായിരുന്നോ? പടച്ചോനെ, ഇത് എന്റെ അവസാനത്തെ യാത്രയാണ്. ഇനി ഞാൻ എൻ്റെ ഉമ്മയിലേക്ക്, തന്റെ ബാപ്പാന്റെ അടുത്തേക്ക്, തന്റെ കൂട്ടുകാരുടെ കൂടെ പിറപ്പുകളുടെ അടുത്തേക്ക് ഞാൻ പഠിപ്പിക്കുന്ന, രാവിലെ പഠിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളുടെ മുമ്പിലേക്ക് വരും എന്ന് ആ പൊന്നുമോന് വരൂല. ഇതെന്റെ അവസാനമാണെന്ന് തിരിച്ചറിയാൻ എന്റെ പ്രിയമുള്ളവരെ അവർക്ക് കഴിയുമായിരുന്നോ? ഇല്ല. അത് തന്നെയാണ് എന്റെയും അവസ്ഥ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെയും അവസ്ഥ അതാണ്. ലോകത്തുള്ള എല്ലാത്തിൻ്റെയും അവസ്ഥ അതാണ്. നമ്മളോട് പറയില്ല. മരണം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയില്ല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പവിത്രമായ ദുആയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങളുടെ മുമ്പിലേക്ക്, ഗ്രൂപ്പിലേക്ക് ഇൻഷാ അല്ലാഹ് അത് എത്തും. എല്ലാ ആളുകളും ഇൻഷാ അല്ലാഹ് അത് ഏറ്റു ചൊല്ലി ഇൻഷാ അല്ലാഹ് അതേപോലെ തന്നെ അത് നമ്മൾ ഏത് സമയത്താണ് അത് ചൊല്ലേണ്ടത് ആ സമയത്ത് ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ദിക്ർ പറയുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാൻ, ഒരിക്കലും മഹാനായ ഖബീസത്തിന് മുഹാരിഫ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ബന്ധമായിരുന്നു അവിടെ. എൻ്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത വൃദ്ധനായിട്ടുണ്ട്, ഒരുപാട് പ്രായം ചെന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാവിടുന്ന് മഹാനായ ഖബീസത്ത് ഇബ്നുൽ മുഹാരിഫ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കാണ്, ഖബീസ, നീ എന്തിനാണ് ഈ സമയത്ത് പോന്നിട്ടുള്ളത്? പടച്ച റബ്ബേ, നിനക്ക് വല്ലാത്ത വിഷമമുണ്ടല്ലോ ഖബീസ, ഈ വല്ലാത്ത പ്രായം ചെന്നിട്ടുണ്ട്, നിനക്ക് വല്ലാത്ത പ്രയാസമാണ്, നടക്കാനും നിനക്ക് ഇരിക്കാനും എല്ലാം പ്രയാസമായിട്ടുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ പോന്നിട്ടുള്ളതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ പടച്ച റബ്ബേ സ്വഹാബിയോട് ചോദിക്കുമ്പോ അതാ അവിടുന്ന് മഹാനായ സ്വഹാബി അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്,
അങ്ങ് പറഞ്ഞത് അവിടുന്ന് ശരിയാണ് നബിയെ. ഒരുപാട് വിഷമത്തിലാണ് നബിയെ, ഒരുപാട് പ്രയാസത്തിലാണ് നബിയെ, ഒരുപാട് രോഗങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, വല്ലാത്ത പ്രയാസത്തിലാണ് നബിയെ. അവിടെ നിന്ന് നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്റെ എല്ലാ പ്രയാസങ്ങളും മാറാൻ വേണ്ടിട്ടോ, എന്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് ശിഫയാകാൻ വേണ്ടിട്ടോ, എനിക്ക് നന്മ ലഭിക്കാൻ വേണ്ടിട്ടോ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അല്ലാഹുവേ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു മുതല്, ഉപകരിക്കുന്ന ഒരു നന്മ നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്നതാ അവിടെ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പില് എന്റെ പ്രിയമുള്ളവരെ മഹാനായ സ്വഹാബി അവിടെ നിന്ന് പറയുകയാണ്. അതാ അവിടെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാ. ഖബീസ, ഞാൻ നിനക്കൊരു ദിക്ർ പറഞ്ഞു തരാം, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പറഞ്ഞു തരാം. പടച്ച റബ്ബേ, നമുക്കെല്ലാവർക്കും സുപരിചിതമാണത്. എന്റെ പ്രിയമുള്ളവരെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ചൊല്ലിക്കൊടുക്കുകയാണ്. സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, ഖബീസ, ഇത് 3 പ്രാവശ്യം നീ പറഞ്ഞിട്ടോ നീ അവിടെ നിന്ന് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വഅഫിദ് അലയ്യ മിൻ ഫദ്ലിക വൻശുർ അലയ്യ മിൻ റഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക എന്ന് പടച്ച തമ്പുരാനോട് അവിടുന്ന് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് അതാ അവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. 2 കാര്യമാണ് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളത്, 2 കാര്യമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം എന്തെന്നറിയോ? നബിയോട് പറഞ്ഞല്ലോ, നബിയെ എനിക്കൊരുപാട് ഇൽമു വേണം, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഉപകരിക്കുന്ന ഒരു അറിവെനിക്ക് പറഞ്ഞു തരണം നബിയെ എന്ന് പറഞ്ഞിട്ടാണ് എന്റെ പ്രിയമുള്ളവരെ മഹാനായ സ്വഹാബി കടന്നു വന്നത്. അതാവിടുന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഖബീസ, ഒരുപാട് പടച്ച റബ്ബിന്റെ മുമ്പിൽ ഉപകരിക്കുന്ന, നാളെ നിനക്ക് ഒരുപാട് നന്മകൾ ലഭിക്കുന്ന നന്മയെ ചോദിച്ചിട്ടാണല്ലോ നീ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നീ വരുന്ന വഴിയില് നിനക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ, നിനക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടാൻ പടച്ച റബ്ബേ വരുന്ന വഴിയിലെ കല്ലുകളും മുള്ളുകളും മരങ്ങളും ഇലകളും ചെടികളും എല്ലാം പടച്ച റബ്ബേ നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നുണ്ട് ഖബീസ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ പഠിപ്പിക്കാൻ എന്താ പറഞ്ഞത്? മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾ എനിക്കൊരു നന്മ പറഞ്ഞുകൊണ്ട് നബിയെ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് വിജയിക്കണം, അവിടെ എനിക്ക് വലിയ ഉപകരിക്കുന്ന ഒരു നന്മ എനിക്ക് പറഞ്ഞുകൊണ്ട് നബിയെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഖബീസത്ത് ബിനുൽ മഹാരിഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കാര്യം പഠിപ്പിച്ചു കൊടുത്തു. ഒന്നാമതായിട്ട് പറഞ്ഞു, നിങ്ങൾ ഇൽമിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വന്നതല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പ്രതീക്ഷിച്ച് കടന്നു വന്നതല്ലേ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ വരുന്ന വഴിയിലുള്ള ഓരോ വൃക്ഷങ്ങളും അവിടുത്തെ ചെടികളും അവിടുത്തെ ഓരോ കല്ലുകളും മുള്ളുകളും പാറക്കെട്ടുകളും എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുന്നുണ്ട്.
അവിടുന്ന് പിന്നീട് പഠിപ്പിച്ചു കൊടുത്തു, നീ ചൊല്ലണം ഖബീസ സുബ്ഹാനല്ലാഹ് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. എന്നിട്ട് ചൊല്ലൂ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, മഹാനവറുകളോട് പറയാണ്, എൻ്റെ പ്രിയമുള്ള അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക, പടച്ച തമ്പുരാനെ നിന്റെ അടുത്ത് നിന്നുള്ളത് പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിന്റെ അടുത്ത് നിന്നുള്ള ഖൈറ്, നിന്റെ അടുത്തുള്ള നന്മകൾ അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്. പിന്നെയോ അവിടുന്ന് പറയുന്നത് എന്താണ്? വഅഫിദ് അലയ്യ മിൻ ഫദ്ലിക, നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ ഫദ്ൽ കൊണ്ട് പടച്ചോനെ നീ ഞങ്ങൾക്കത് ചൊരിഞ്ഞുകൊണ്ടാ, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കും നിന്റെ ഔദാര്യം കൊണ്ട് കൊണ്ടറബേ. പടച്ചോനെ ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല, നിന്റെ ഔദാര്യം കൊണ്ടെങ്കിലും കൊണ്ടറബേ. ഇതൊരു വിനയത്തിന്റെ വാക്കാണ് അല്ലെ, ഒരു വിനയത്തിന്റെ പ്രവർത്തനമാണ്. വഅൻശുർ അലയ്യ മിർ റഹ്മതിക, നിന്റെ വിശാലമായ കാരുണ്യം പടച്ചോനെ നീ ഇറക്കിക്കൊണ്ട അല്ലാഹ്. പടച്ചോന്റെ കാരുണ്യമില്ലെങ്കിൽ എന്തെങ്കിലും നടക്കുവോ? അള്ളാന്റെ കാരുണ്യം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്തെങ്കിലും നടക്കുവോ ദുനിയാവില്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം നമുക്ക് കിട്ടുമോ? പടച്ച റബ്ബിന്റെ കാരുണ്യമില്ലെങ്കിൽ അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. വഅൻസിൽ അലയ്യ മിൻ ബറകാതിക, നിന്റെ ബറക്കത്ത് എനിക്ക് ഇറക്കി തരണേ അല്ലാഹ്, നിന്റെ ബറക്കത്ത് നീ എനിക്ക് ഇറക്കി തരണേ അല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ കമന്റിൽ ഈ പരിശുദ്ധമായ ദിക്ർ ഒരാൾ സുബഹിക്ക് ശേഷം ചൊല്ലിയാൽ, എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കാൻ അവൻ്റെ എല്ലാവിധ രോഗങ്ങൾക്കും മാനസിക വിഷമങ്ങൾക്കും ശാരീരിക വിഷമങ്ങൾക്കും, എൻ്റെ പ്രിയമുള്ളവരെ, കടങ്ങൾക്കും, എല്ലാ വിഷമങ്ങൾക്കും ഇത് പരിഹാരമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിക്കാൻ അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.